ശബരിമല റഫറൻസിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം പുനരാരംഭിക്കുകയാണ്. യുവതീ പ്രവേശനം ശബരിമലയിൽ അനുവദിക്കാനാവില്ലെന്ന നിലപാടുള്ളവരുടെ വാദമാണ് ഇന്ന് നടക്കുക. NSSും ദേവസ്വം ബോർഡും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇന്ന് വാദിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഇപ്പോൾ ശബരിമല റഫറൻസിൽ വാദം തുടരുമ്പോൾ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരാണ് ഇന്നിപ്പോൾ വാദം ഉന്നയിക്കുന്നത്. അതിനിടയിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമോ എന്നുള്ളത് കൗതുകമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ ആരുടെയൊക്കെ വാദമാണ് പ്രധാനമായി നടക്കുക? ഇന്ന് പ്രധാനമായും നമ്മൾ കാത്തിരിക്കുന്ന വാദം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. അതായത് തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇത് ഈ ഹൈന്ദവ വിശ്വാസത്തിൽ അവഗാഹമുള്ള ഒരു സമിതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നുള്ള നിലപാട് തന്നെയായിരുന്നു അവർ എടുത്തിരുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമല്ല എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അവർ അതിന് ചൂണ്ടിക്കാട്ടി ഇത് പ്രതിഷ്ഠയുടെ ഒരു സ്വഭാവമാണ്. നിരവധി ക്ഷേത്രങ്ങൾ, അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രം അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് എടുത്തതുപോലുള്ള കടുത്ത വാദങ്ങൾ ഇന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. 9 അംഗ ബെഞ്ച് പല ഘട്ടങ്ങളായി വാദം പൂർത്തിയാക്കാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ആദ്യത്തെ 3 ദിവസം ഈ പുനഃപരിശോധനാ ഹർജി വേണം എന്ന് ആവശ്യപ്പെടുന്നവരുടെ വാദമായിരുന്നു. ഇത് 3 ദിവസത്തിനുള്ളിൽ തീർക്കും എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചിരുന്നത്. പക്ഷേ വാദം പലപ്പോഴും നീണ്ടുപോവുകയായിരുന്നു. മുതിർന്ന അഭിഭാഷകർക്ക് കൃത്യമായ വാദമുഖങ്ങൾ നിരത്താനുള്ള സമയം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ 9ാമത്തെ ദിവസം ആയി തീർന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ പുനഃപരിശോധനാ ഹർജിയെ അനുകൂലിക്കുന്നവരുടെ വാദം. ഏറ്റവും ഒടുവിൽ ഈ 2 വാദവും പൂർത്തിയായതിനു ശേഷം വീണ്ടും ഏതെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷമായിരിക്കും വിധി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളവ പിന്നീട് ഉണ്ടാകുക. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.